ഞങ്ങൾ എക്സാം കഴിഞ്ഞൊക്കെ കേട്ടു ഇവനിങ്ങനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞത് കേട്ടു. ഞങ്ങൾ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ 5:30 ആയപ്പോൾ ഞങ്ങൾ 5:20 ആയപ്പോൾ ഹോസ്റ്റലിലെത്തി. കാരണം കുറച്ച് നടന്നാൽ ഹോസ്റ്റലിലെത്തും. അത് കഴിഞ്ഞ് 6 മണിയായപ്പോഴാണ് ഞങ്ങൾ ഹോസ്റ്റലിലെത്തിയത്. ഞാൻ കണ്ടത് 6:15. ഞാൻ ചോദിച്ചു എന്താ സംഭവം ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പം ഉള്ളിൽ കരയുന്ന പോലെ സംസാരിച്ച് അവനെ കോപ്പി അടിച്ചെന്ന് പറഞ്ഞ് അവനെ പിടിച്ച് അവനെ കൊണ്ട് അവൻ എഴുതിയ പേപ്പർ മൊത്തം വെട്ടിച്ചു. അവൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചതാണ്. പാസ് മാർക്കിന് അവൻ എഴുതിയിട്ടുണ്ട്. 68 മാർക്കാണ് എഴുതിയിട്ടുണ്ട്. എന്നെ ഉറപ്പിച്ച് പറഞ്ഞു ഞാൻ പാസ് മാർക്കിന് എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് എന്തോ ഇക്വേഷൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് അവനെ വെട്ടിച്ചു. അവൻ്റെ പേപ്പർ മൊത്തം തുടക്കം മുതൽ അവനെ കൊണ്ട് മൊത്തം വെട്ടിച്ച് അത് കഴിഞ്ഞിട്ട് അവനെ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി. വൈസ് പ്രിൻസിപ്പളും അവരെല്ലാവരും കൂടിയിട്ട് അവനോട് ലെറ്ററിൽ എഴുതാൻ പറഞ്ഞു. ഈ പേപ്പർ ഞാനാണ് വെട്ടിയത് എന്ന് അവനോട് ലെറ്ററിൽ എഴുതാൻ പറഞ്ഞു. അവനത് എഴുതി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അവനോട് പറഞ്ഞു നിന്നെ 3 വർഷത്തേക്ക് ഡീബാർ ചെയ്യും, നിൻ്റെ വീട്ടിൽ വിളിച്ച് പറയും, തിങ്കളാഴ്ച ഞങ്ങൾ നിൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, തിങ്കളാഴ്ച നിൻ്റെ വീട്ടുകാർ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പിന്നെ പറഞ്ഞു അവൻ്റെ കസിൻസ് അവരെ വീട്ടിൽ ഇതറിഞ്ഞ ഭയങ്കര സങ്കടം. അവൻ കസിൻസൊക്കെ എല്ലാം ഹൈ റാങ്കായി ഇതിൽ റാങ്ക്സ് ഹോൾഡേഴ്സ് അറിഞ്ഞ മോശമാണ് എന്ന് പറഞ്ഞ് സങ്കടത്തോടെ എന്നോട് അവൻ തോളി തട്ടി അവൻ്റെ റൂമിലോട്ട് പോയത്. അത് ശേഷമാണ് അവന് 6:15 എൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 6:30 ആ സമയത്ത് ഞങ്ങൾക്ക് റോൾ കോൾ ഉണ്ടാവും. ഞങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് മൊത്തം നേരം ഞങ്ങൾ അറ്റൻഡൻസ് എടുക്കും. അറ്റൻഡൻസ് എടുത്തപ്പോൾ ഇന്ന് റോൾ കോൾ കുറച്ച് നീണ്ടുപോയാണ്, പക്ഷേ ലെങ്തി ആയി. ഇപ്പോൾ ഒരു 7 മണിയാവുന്ന സമയമായി. അപ്പോൾ അറ്റൻഡൻസ് എടുത്തപ്പോൾ അവനതില്ല, 2 പേരില്ല. ഒരുത്തം ബാത്റൂമിൽ കുളിക്കാൻ പോയിട്ടുണ്ട്. ഇവനെ ആബ്സെൻ്റ് കുറേ ആബ്സെൻ്റ് ആവാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുത്തൻ അവൻ്റെ റൂമിൽ വന്ന് ചെന്ന് നോക്കി. അവൻ്റെ ബാത്റൂം ലോക്കായിരുന്നു. അവനെന്തോ കണ്ട പോലെ തോന്നി. അവൻ വേറൊരുത്തനെ വിളിച്ച് ബാത്റൂം ചവിട്ടി പൊളിച്ച് അവൻ്റെ ഇതിൽ കയറ് കൊണ്ട് തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. തോർത്ത് കൊണ്ട് അവൻ തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ 4 പേര് പിടിച്ച് അവനെ കിടത്തി. എല്ലാവരും ഓടി വന്ന് അവനെ പിടിച്ച് കിടത്തി. വാറിനത് അറിഞ്ഞിട്ടില്ല, അവൻ തൂങ്ങിയതെന്ന് വാറിന് അറിഞ്ഞിട്ടില്ല. എന്നിട്ട് കുറച്ച് ശ്വാസമൊക്കെ കൊടുത്ത് അവൻ്റെ ഡ്രസ്സൊക്കെ ശ്വാസം കൊടുക്കാൻ പോയി. അപ്പം എല്ലാവരും വെപ്രാളത്തിലായിരുന്നു, എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല ആർക്കും. പിന്നെ വാറിനെ കൊണ്ടുപോകാൻ നേരത്തെ വാറിനോട് ഞങ്ങൾ തൂങ്ങിയതെന്ന് അറിഞ്ഞത് പറഞ്ഞു. പക്ഷേ അയാൾ അത് കേട്ടിട്ടില്ല. പിന്നെ ഞാൻ തൂങ്ങിയെന്ന് അറിഞ്ഞത്. എന്നിട്ട് വണ്ടി വിളിക്കാൻ അവനെ പിടിച്ച സാറുണ്ട്, അയാളെ ഹോസ്റ്റലിലാണ്. അയാളെ വണ്ടിയുണ്ട്, 2 വണ്ടിയാണ് ഹോസ്റ്റലിലാകെ ഉള്ളത് കാറായിട്ട്. അപ്പോൾ ആ വണ്ടി കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ സെർച്ച് ചെയ്തു. സീനിയറിൻ്റെ ഒരു കാറിലാണ് അവനെ കൊണ്ടുപോയത്.